മലബാറിൽ ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രം, കോഴിക്കോട്ടെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കണ്ണൂരിലെ സുന്ദരേശ്വര ക്ഷേത്രം എന്നിവയായിരുന്നു. ഈ മൂന്ന് ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്തിരുന്ന സ്ഥലങ്ങൾ തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂർ എന്നിവ ബ്രിട്ടീഷ് ഭരണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. ഇവ മൂന്നും കേവല ക്ഷേത്രങ്ങളായിരുന്നില്ല, മറിച്ച് കൊളോണിയൽ ഭരണത്തിൻ കീഴിൽ മലബാറിൽ ശക്തിപ്പെട്ട വ്യാപാര പ്രമുഖരടങ്ങുന്ന മധ്യവർഗത്തിന്റെ ചരിത്രത്തിലെ അടയാളപ്പെടുത്തലുകളായിരുന്നു. ഇതാണ് കല്ലിങ്കൽ ശ്രീ ഭഗവതി ക്ഷേത്രം. കോഴിക്കോട് ആനുവൽ റോഡിന് ചേർന്നുകൊണ്ട് റെയിൽവേ സ്റ്റേഷന് സമീപത്തായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ ഇപ്പോൾ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കല്ലിങ്കൽ കുടുംബത്തിന്റെ കുടുംബക്ഷേത്രമായിരുന്നു. ഈ ക്ഷേത്രത്തിന് കോഴിക്കോടിന്റെ ചരിത്രവുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. കോഴിക്കോട്ട് ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠിച്ച ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന്റെ നിർമ്മാണം നടന്നത് ഈ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു. ശിവലിംഗം ജലാധിവാസം ചെയ്യുന്നതിന് 1910 മെയ് 8 അതായത് മേട 26 ഞായറാഴ്ച ഇവിടെ നിന്ന് ഒരു വലിയൊരു ഘോഷയാത്രയായി വരക്കൽ കടപ്പുറത്തേക്ക് പുറപ്പെട്ടു. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരായ ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റ്, ഡെപ്യൂട്ടി കലക്ടർ, തഹസിൽദാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ 30,000 ആളുകളുടെ ഘോഷയാത്ര 1910 മെയ് 8 ഉച്ചക്ക് 12 മണിക്കാണ് വരക്കൽ കടപ്പുറത്തേക്ക് പുറപ്പെട്ടത്. 3 മണിക്ക് ഘോഷയാത്ര വരക്കൽ കടപ്പുറത്ത് എത്തിച്ചേർന്നു. അവിടെ വെച്ച് ശിവലിംഗം സമുദ്രസ്നാനം ചെയ്തതിനു ശേഷം തിരിച്ച് ഘോഷയാത്ര ഇന്നത്തെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 6 മണിയോടുകൂടി ഘോഷയാത്ര തിരിച്ചെത്തി. അന്ന് രാത്രി പലതരം ആഘോഷ പരിപാടികളും വേണമെന്ന് ആലോചിച്ചിരുന്നുവെങ്കിലും 2 ദിവസം മുമ്പ്, അതായത് 1910 മെയ് 6 വിക്ടോറിയ രാജ്ഞിയുടെ മകനും ഇംഗ്ലണ്ടിലെ രാജാവുമായ എഡ്വേർഡ് 7 മരണവാർത്ത അറിഞ്ഞതിനെ തുടർന്ന് എല്ലാ ആഘോഷ പരിപാടികളും റദ്ദ് ചെയ്യുകയാണ് ഉണ്ടായത്.